ഞാൻ കാഞ്ഞങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വെള്ളത്തിൽ തവള ചത്ത് കിടക്കുന്ന പോലെയാണ് ആ കുട്ടി കാല് വെച്ചിട്ട് കാണുമ്പോൾ തോന്നുന്നത്. അങ്ങനെയാണ് ഞാനിത് വീഡിയോ എടുത്തത്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ ഞാനൊന്ന് സൂക്ഷിച്ച് നോക്കി, ഇതിന് നമ്പർ പ്ലേറ്റ് കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് ആ നമ്പർ പ്ലേറ്റും ലൈസൻസും വേണ്ടാത്ത സ്കൂട്ടറായിരിക്കുമെന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ നമ്പർ പ്ലേറ്റും ലൈസൻസും എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന് വേണ്ടാത്തത്? ഞാനത് ചോദിക്കാൻ കാരണം, ഇത് സാധാരണ നമ്പർ പ്ലേറ്റ് ആയാലും ലൈസൻസും 18 വയസ്സ് തികഞ്ഞവർ വണ്ടി ഓടിക്കുന്ന ആ ഒരു റോഡിലേക്കൂടെ തന്നെയാണ് ഈ വണ്ടി ഓടിക്കുന്നത്. ഈ വണ്ടിയിൽ ഓട്ടമാണെങ്കിൽ സാധാരണ ഒരു സ്കൂട്ടി പോകുന്ന പോലെ തന്നെയാണ് പോകുന്നത്. പിന്നെ അതുമാത്രമല്ല, ഈ സ്കൂട്ടറിന് പോകുമ്പോൾ നമ്പർ പ്ലേറ്റും ലൈസൻസും വേണ്ടാത്ത പോലെ ഇതിന് ഹെൽമെറ്റും വേണ്ടേ? അപ്പോൾ ഈ സ്കൂട്ടർ ആക്സിഡൻ്റ് ആവൂലേ? എന്താണ് ഇങ്ങനെയൊരു നമ്പർ പ്ലേറ്റും ലൈസൻസും വേണ്ടാത്ത ഇങ്ങനെയൊരു ഇലക്ട്രിക് സ്കൂട്ടി ഇറക്കുന്നതിൻ്റെ കാരണം? അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലേക്കൂടി എനിക്ക് പറഞ്ഞു തരണേ. പിന്നെ എൻ്റെ മെയിൻ ചോദ്യം, ഈ സ്കൂട്ടർ ആക്സിഡൻറ്റ് തീരെ ആവൂലേ? ഈ സ്കൂട്ടറിൽ ഹെൽമെറ്റ് തീരെ വേണ്ടേ? ഇതൊന്നും നമ്മൾ സാധാ ഹൈവേയിൽ ഇറക്കുന്നതിന് പ്രശ്നമില്ലേ ഹെൽമെറ്റൊന്നും ഇടാണ്ട്? അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ.